ശ്രീ എം ഡി ചാക്കോ, നോക്കൂ, പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ കശ്മീർ താഴ്വര പൂർണ്ണമായും സമാധാനത്തിന്റെ താഴ്വരയായി എന്ന് കണ്ട് പഴയ നിലയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും അവിടെ വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ടോ എന്നൊരു സംശയം അതാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുമ്പോൾ ബി.ജെ.പിയുടെ പ്രതിനിധിയും ആ നിലയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. നിലവിൽ അവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ നോക്കൂ, അങ്ങനെ ഒരു സമീപനം, അതിലൊരു പാളിച്ച ഉണ്ടായി എന്നുള്ളതാണോ ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്? അതിനൊരു പാളിച്ച ഉണ്ടായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു യാഥാർത്ഥ്യമാണ്. കാരണം അതിനകത്ത് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ഫോഴ്സസിന്റെ സ്ട്രെങ്ത്, നമ്മുടെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ആർമിയുടെ സ്ട്രെങ്ത് വളരെയധികം, ഇന്റേണൽ സ്ട്രെങ്ത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ പുതിയ റിക്രൂട്ട്മെന്റ് പോളിസി വന്ന ശേഷവും പിന്നെ രാജ്യം എടുത്ത ചില തീരുമാനങ്ങൾ, അതായത് ഫോഴ്സസ് ഇത്രയും ആവശ്യമില്ല, 370 വന്നപ്പോൾ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സെൻട്രൽ പോലീസ് ഫോഴ്സസിനെ കൂടുതലായിട്ട് നമ്മൾ ഇൻഡക്ട് ചെയ്യുകയും ചെയ്ത സ്ഥിതിക്ക് ആർമിയുടെ സ്ട്രെങ്ത് നമുക്ക് കുറയ്ക്കാമെന്ന് എവിടെയോ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കൊരു അടിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ബൈസരൻ താഴ്വര, ഞാൻ അവിടെ ഒരു യൂണിറ്റ് കമാൻഡ് ചെയ്ത വ്യക്തിയാണ്. ഞാൻ അവിടെ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പോ അമർനാഥ് യാത്ര ഉടനെ തുടങ്ങാൻ പോവുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഏകദേശം ജൂൺ 15 കൂടി കംപ്ലീറ്റ് ഫോഴ്സസ് അമർനാഥ് യാത്രയ്ക്ക് വേണ്ടിയിട്ട്, അമർനാഥ് യാത്രയ്ക്ക് പോകാനുള്ള ഒരു മെയിൻ റൂട്ടാണ് ഇത്. പഹൽഗാം ബേസ് ക്യാമ്പിൽ നിന്നാണ് ആ യാത്ര തുടങ്ങുന്നത്. ചന്ദനവാടി തൊട്ട് ശേഷ്നാഗ് വരെ, അവിടുന്ന് പിന്നെ അങ്ങോട്ട് അമർനാഥ് കേവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ജൂൺ 15 കൂടി ഇവിടെ ഫോഴ്സസ് ഡിപ്ലോയ് ആകപ്പെടുകയാണ്. അതിനുശേഷമാണ് യാത്രയ്ക്കുള്ള മറ്റൊരു കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്, പിന്നെ യാത്ര തുടങ്ങുന്നു. അപ്പോൾ ഇതിന്റെ ടൈമിംഗ്, ഈ അറ്റാക്ക് പഹൽഗാം എന്ന് പറയുന്നത്, ഞാൻ അവിടെയുള്ള ചില ആൾക്കാരുമായിട്ട് ഇന്ന് വീണ്ടും സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത്, അവരൊരു സാധാരണ രീതിയിൽ ജമ്മു കാശ്മീരിൽ പലയിടങ്ങളിലും ഹർത്താലും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പഹൽഗാം എന്ന് പറയുന്ന 10 ഗ്രാമങ്ങൾ അടങ്ങിയ ഒരു തഹസിലിൽ ഇതുവരെ ഒരു ഹർത്താൽ പോലും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അനന്തനാഗ്, അവിടെ നിന്ന് 40 കിലോമീറ്റർ ദൂരെയുള്ള അനന്തനാഗിൽ പല ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പഹൽഗാം എന്ന് പറയുന്നത് ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആരും അതിന് ഇതുപോലൊരു പ്രവർത്തനം, ഒരു ഭീകര പ്രവർത്തനം അവിടെ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അവിടുത്തെ സാധാരണ മനുഷ്യരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സാറേ ഇവിടെ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇവിടെ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ്, ഇവിടെ ഒരിക്കലും ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടില്ല. കാരണം ഇതൊരു മെയിൻ ടൂറിസ്റ്റ് ഹബ്ബാണ്. അപ്പൊ ഈ ടൂറിസ്റ്റ് ഹബിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനതകള് ഇവർക്കെതിരായിട്ട് തിരിയും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ എ തൈബയുടെ ഒരു ശാഖയാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 6-8 പേരുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരിൽ 1-2 പേര് പഷ്തോ സംസാരിച്ചിരുന്നു. അപ്പൊ അവര് പാകിസ്ഥാനിൽ നിന്ന് തീർച്ചയായും വന്നവരാണ്. പഷ്തോ സംസാരിക്കുന്നവർ പാകിസ്ഥാനിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഞാൻ ഇപ്പം ഒരു റിപ്പോർട്ടിൽ വായിച്ചത്, അസിഫ് ഫൗജി എന്ന് പറയുന്ന ഒരു കമാൻഡറാണ് ഈ അറ്റാക്കിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഞാൻ കൂടുതൽ പല കാര്യങ്ങളിലേക്ക് ഞാൻ ടച്ച് ചെയ്ത് പോവുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഞാൻ വേറൊരു കാര്യം കൂടെ അവിടെ നിന്ന് മനസ്സിലാക്കിയത്, ഇപ്പൊ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ ഇപ്പോൾ ഉള്ള ട്രൂപ്സ് ഡിപ്ലോയ്മെന്റ്, പ്രത്യേകിച്ച് ബൈസരൻ വാലിയും ഈ പഹൽഗാമിന്റെ ബേസ് ക്യാമ്പുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒരു നോർമൽ ഒരു ട്രെക്കിംഗ് റൂട്ടാണ്. അത് ആക്ച്വലി ഒരു നല്ല റോഡുള്ളതാണ്. ആ റോഡിന് അവിടെയുള്ള ആൾക്കാർ ഈ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് അവിടെ വണ്ടി പോലും പോകില്ല, ഒറ്റ വണ്ടി പോലും അങ്ങോട്ട് പോകില്ല. എല്ലാവരും ഈ കുതിരയുടെ പുറത്താണ് ഈ ബേസ് ക്യാമ്പിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത്. ബേസ് ക്യാമ്പിൽ നിന്ന് ബൈസരൻ വാലി ഒരു 4 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി പോലും എത്താനുള്ള സൗകര്യമില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് ഈ 1000-1500 പേരോളം അവിടെ പോയി ട്രെക്കിംഗ് നടത്തുകയും തിരിച്ചു വരികയും ഈ കുതിരപ്പുറത്തൊക്കെ സവാരി നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ തീർച്ചയായിട്ടും വളരെയധികം ജാഗരൂകരാകേണ്ട ഒരു ആവശ്യമായിരുന്നു. അതിൽ കൂടെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, 2 ഫെബ്രുവരി 2025 സൈഫുള്ള കസൂരി എന്ന് പറയുന്ന ഡെപ്റ്റി കമാൻഡർ, ലഷ്കർ എ തൈബയുടെ ഒരു ഡെപ്റ്റി കമാൻഡർ, ചക്ര റാവൽപിണ്ടിയിൽ നിന്ന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ചക്രയിൽ ഒരു പൊതു സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ എന്താണ്, 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞു. പക്ഷേ അടുത്ത റംസാനിന് മുമ്പായിട്ട്, അതായത് അടുത്ത ഫെബ്രുവരി 2026 മുമ്പായിട്ട് കാശ്മീരിൽ നമ്മൾ വളരെയധികം
മുന്നോട്ട് പോകും, നമ്മൾ മുന്നേറ്റം നേടിയിരിക്കും എന്നാണ് അദ്ദേഹം പരസ്യമായിട്ട് സംസാരിച്ചത്. അപ്പൊ അത് സംസാരിച്ചത് എന്താണ്? 2 ഫെബ്രുവരി 2025 സംസാരിച്ചത്, ഈ വർഷം. അപ്പൊ അതൊരു വളരെയധികം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ആണ്. നമ്മൾ അത്ര എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ കാണാൻ പറ്റില്ല. അപ്പൊ അവിടെ ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുള്ളതെന്ന് വളരെയധികം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്റലിജൻസ് ഫെയിലിയർ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും അതായത് 10,500 പേര് ഈ റോഡ് കണക്ഷൻ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, ബൈസരൻ എന്ന് പറയുന്ന ഒരു വാലിയിൽ ഈ പിക്നിക്കിന് വേണ്ടി പോകുന്ന ആൾക്കാര് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇന്റിമേറ്റ് സപ്പോർട്ട് അവിടെ ഒരുക്കേണ്ടത് തീർച്ചയായിട്ടും അവിടുത്തെ യൂണിഫൈഡ് കമാൻഡിനുള്ള ഒരു ചെറിയൊരു ഫെയിലിയർ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ശ്രീ എം ഡി ചാക്കോ, നോക്കൂ, അതിൽ നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നിലയിലുള്ള ചില ആശങ്കകളും സംശയങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഇതിൽ പല ആളുകളും പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടി മടങ്ങി വന്നവരാണ്. ആക്രമണത്തിന് മുൻപ് പലതവണ ഇതേ മേഖലകൾ, സ്വാഭാവികം നമുക്ക് ഊഹിക്കാം, ഇങ്ങനെ ഒരു മേഖലയിൽ പെട്ടെന്ന് വന്ന് ആക്രമണം നടത്തി പോകുകയല്ല അവർ. ആ സ്ഥലത്തിന്റെ ഘടന, ആളുകൾ എത്തുന്ന നില, ഇതൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് ഇതേ ടീം, ഇതേ അംഗങ്ങൾ ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകണം. അപ്പോൾ ഇതൊക്കെയും ഇങ്ങനെ വളരെ നോർമലായി, വളരെ സ്വാഭാവികമെന്ന മട്ടിൽ അവിടെ നടക്കുന്നു എന്നുള്ളത് അത് അല്പം ആശങ്കാജനകം തന്നെയാണ് അല്ലെ, ഇനിയുള്ള കാലത്തായാലും? തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 370 മാറ്റി എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഒരു മാജിക് വാൻഡ് ഒന്നും അല്ല ഇത്. ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റി ഉടനെ തന്നെ എല്ലാവരും അവർ പറഞ്ഞ പോലെ കേൾക്കണം എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അവിടെ നമ്മളെല്ലാവരും, ഞാൻ എന്റെ 35 വർഷ സർവീസിൽ 20 വർഷം ജമ്മു കാശ്മീരിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്കറിയാം, ഞാൻ അവിടെ ഓപ്പറേഷൻസ് ലീഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഞാനൊരു ഇൻഫൻട്രി സോൾജറാണ്. അപ്പൊ എനിക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടെയുള്ള പ്രശ്നങ്ങളും. അവിടെയുള്ള സാധാരണ മനുഷ്യര് പോലും വളരെയധികം ബുദ്ധിമുട്ടിലാണ്, അവർക്കറിയാം. പക്ഷെ അതിനകത്ത് കുറെ അധികം ജനവിഭാഗം ഇവർക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. കുറെ ആൾക്കാർ ഒന്നുമില്ലാത്ത, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾക്ക് ഈ ആർട്ടിക്കിൾ 370 മാറ്റിയ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തത് കൊണ്ട് നമ്മുടെ രാജ്യം വളരെ സുരക്ഷിതമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജമ്മു കാശ്മീർ വളരെ സുരക്ഷിതമാണ് എന്ന് നമ്മൾ അതൊരു സ്ട്രക്ചറൽ ചേഞ്ച് നമ്മൾ വരുത്തി. പക്ഷേ എന്ന് വിചാരിച്ച് നമുക്ക് ബാക്കിയുള്ള സപ്പോർട്ടും കൂടെ അതിന് കൊടുത്ത് നമ്മൾ സ്ഥിതികളെ നോർമലൈസേഷൻ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് മിലിറ്ററിയുടെ സ്ട്രെങ്തിന് നമ്മൾ കുറച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏകദേശം നമ്മുടെ ഇന്നത്തെ ആർമിയുടെ സ്ട്രെങ്ത് ഒരു നിയർലി 2 lakhs സ്ട്രെങ്ത് നമുക്ക് കുറവുണ്ട്. നമ്മുടെ ബറ്റാലിയൻസ് ഉണ്ടെങ്കിൽ തന്നെ, ഓരോ ബറ്റാലിയൻസിൽ തന്നെ നമുക്ക് സ്ട്രെങ്ത് കുറവുണ്ട്. അപ്പൊ ആ സ്ട്രെങ്ത് എല്ലാം നമ്മൾ ഉടനെ തന്നെ പൂർത്തീകരിച്ച് നല്ല ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ഇതിനെ തീർച്ചയായിട്ടും പാകിസ്ഥാനെ നമ്മളൊരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു മിലിറ്ററി സോൾജർ എന്ന നിലയ്ക്ക് എന്റെ രക്തം ഇപ്പൊ തിളക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അവർക്കൊരു പാഠം കൊടുക്കണം. അതിനൊരിക്കലും നമുക്ക് പുറത്ത് നിൽക്കാൻ പാടില്ല. നമ്മുടെ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ തന്നെയും നമ്മളുടെ ഒരു ജവാൻ അവരുടെ 10 ജവാൻ ഈക്വൽ ആണ്. നമുക്ക് അതിന് ചെയ്യാനുള്ള തന്റെ ഇടമുണ്ട്, അതിനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിങ്ങനെ ആക്രോശം ചെയ്തുകൊണ്ട് യുദ്ധങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മൾ അതിനേതായിട്ടുള്ള രീതിയിൽ നമ്മൾ സജ്ജമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പൊളിറ്റിക്കൽ ഡിസിഷൻസിനെ നമ്മൾ മറ്റുള്ള രീതിയിൽ അതിനെ ഒരു സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ടാക്കി അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.